എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചാനലുമായിട്ട് വന്നത്? നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, ലോകത്തിൽ ഒരുപാട് ഭാഷകളുണ്ട്. ഈ ഭാഷകളെല്ലാം രാജാക്കന്മാരാണെങ്കിൽ അവർക്കെല്ലാം ഒരു രാജ്ഞിയേ ഉള്ളൂ, അത് ഇംഗ്ലീഷ് ഭാഷയാണെന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരു ഭാഷ അറിയാമെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിരിക്കും ഈ ഭാഷ സംസാരിക്കുന്നവർക്കെല്ലാം. അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു ഗ്ലോബൽ ലാംഗ്വേജാണ്. കേരളത്തിൽ 3.25 കോടി ജനങ്ങളുണ്ട്. അതിൽ 64 ലക്ഷം പേർക്ക് തൊഴിലില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ രസകരമായ കാര്യം, ഈ 64 ലക്ഷം പേരിൽ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷ അനായാസമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടാവില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് ഭാഷ അനായാസമായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനകത്തോ പുറത്തോ നല്ല സാലറിയോടുകൂടി ഒരു ജോലി കിട്ടാം. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. അത് പ്രായഭേദമന്യേ എല്ലാ ആൾക്കാർക്കും പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര കാലമായിട്ടും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഴിയാതെ പോകുന്നത്? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, A+ കിട്ടിയിട്ടുണ്ട്, ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭാഷ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്? എവിടെയാണ് ഒബ്സ്റ്റക്കിൾ, എവിടെയാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്? അതിനെക്കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഒരു ഭാഷ പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും നല്ല പ്രായം ഏതാണ്? പലരും പല ഉത്തരം പറയും. ചിലർ പറയും 5ാമത്തെ വയസ്സിലാണ്, അല്ലെങ്കിൽ അക്ഷരം പഠിക്കാൻ പോകുന്ന പ്രായത്തിലാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോഴാണ്. അങ്ങനെ പല ഉത്തരങ്ങളും പറയും. ശരിയായ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മലയാള ഭാഷ എപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്, എപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത് എന്നല്ല ഞാൻ ചോദിച്ചത്. മലയാള ഭാഷ എപ്പോഴാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്? വെൻ ഡിഡ് യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ദ ലാംഗ്വേജ് മലയാളം? നമ്മുടെ മാതൃഭാഷയാണല്ലോ. സംസാരിച്ചു തുടങ്ങിയത് താമസിച്ചാണ്. പക്ഷേ എപ്പോഴാണ് നമ്മൾ മലയാള ഭാഷ പഠിച്ചു തുടങ്ങിയത്? ദ ബെസ്റ്റ് ടൈം ടു ലേൺ എ ലാംഗ്വേജ് ഈസ് ചൈൽഡ്ഹുഡ്. നമ്മൾ പഠിച്ചു തുടങ്ങിയത് നമ്മുടെ ജനനം മുതലാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ജനനത്തിന് മുമ്പ് തന്നെ ഒരാളുടെ ലാംഗ്വേജ് ലേണിംഗ് ആരംഭിക്കുന്നു എന്ന് പുരാണങ്ങളിലും സയൻസും പറയുന്നുണ്ട്. പുരാണത്തിൽ ഗർഭത്തിൽ കിടന്ന് പത്മവ്യൂഹം ഭേദിക്കുന്നത് കേട്ടുപഠിച്ച അഭിമന്യുവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ നല്ലൊരു കഥയാണ് കയാതുവിൻ്റെ കഥ, പ്രഹ്ലാദൻ്റെ കഥ. ഹിരണ്യകശിപു എന്ന് പറയുന്ന രാക്ഷസനായ രാജാവിൻ്റെ ഭാര്യയാണ് കയാതു. കയാതു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ കൊട്ടാരം റെയ്ഡ് ചെയ്യുന്നു. ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തുന്നു. അപ്പോൾ നാരദൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരെ എല്ലാം ഓടിച്ചു വിടുന്നു. ആ സ്ത്രീയെ അവിടെ ഉപേക്ഷിച്ചു പോയാൽ ശത്രുക്കൾ വീണ്ടും വരുമെന്ന് ഭയപ്പെട്ട് സ്വന്തം ആശ്രമത്തിൽ കൊണ്ടുപോയി അവർക്ക് പ്രസവ ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. അവരുടെ ഗർഭം പൂർണ്ണമാകുന്നത് ആശ്രമത്തിൽ വെച്ചാണ്. നമുക്കറിയാം, അവരൊരു രാക്ഷസ സ്ത്രീയാണ്. അവർക്കൊരിക്കലും ചേർന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല ആശ്രമം എന്ന് പറയുന്നത്. അവിടെ ആൾക്കാർ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്, നോൺ വെജിറ്റേറിയൻ ഇല്ല. അതേപോലെ മന്ത്രങ്ങളും ദൈവത്തിൻ്റെ നാമങ്ങളും ഒക്കെയാണ്, എപ്പോഴും പ്രാർത്ഥനകളും ഒക്കെയാണ്. ഇപ്പോൾ രാക്ഷസ സ്ത്രീയായ കയാതുവിന് ഇതിലൊന്നും താല്പര്യമില്ല. അവരെപ്പോഴും ഇരുന്നുറങ്ങുകയാണ്. എന്നാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇതെല്ലാം കേട്ട് പഠിക്കുന്നുണ്ട്. അവൻ പുറത്തു വരുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ട് കൂടി അവന് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളുമില്ല. അവനൊരു രാക്ഷസനായ ഒരാളുടെ സ്വഭാവമേ കാണിക്കുന്നില്ല. അവൻ്റെ പേര് തന്നെ വ്യത്യാസമാണ്, പ്രഹ്ലാദൻ. അവൻ എപ്പോഴും ഉരുവിടുന്നത് നാരദൻ ഉരുവിടുന്ന നാരായണ നാരായണ എന്നുള്ള മന്ത്രമാണ്. അവൻ്റെ സ്വഭാവവും അത്രമേൽ സെറ്റാണ്. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണവും അവൻ്റെ ലാംഗ്വേജ് ലേണിങ്ങും ഗർഭകാലയളവിൽ തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് സയൻസും പറയുന്നുണ്ട്. ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ പാടില്ല, മോശം വാക്കുകൾ കേൾക്കാൻ പാടില്ല, വലിയ ശബ്ദകോലാഹലങ്ങളുള്ള സിനിമ കാണാൻ പാടില്ല, ബഹളമയമായ അന്തരീക്ഷങ്ങളിൽ പോകാൻ പാടില്ല. കാരണം അതെല്ലാം ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുമെന്നുള്ളതാണ്. കാരണം അപ്പോൾ അവൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ലിസണിങ് ആണല്ലോ
ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ബെസ്റ്റ് ടൈം ടു ലേൺ എ ലാംഗ്വേജ് ഈസ് ചൈൽഡ്ഹുഡ്. ജനനം മുതൽ അല്ലെങ്കിൽ ജനനത്തിന് മുമ്പ് തന്നെ നമ്മൾ മാതൃഭാഷ മലയാളം പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് സത്യം. പിന്നീട് പതുക്കെ പതുക്കെ നമ്മൾ സംസാരിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ, എങ്ങനെയാണ് നമ്മൾ ഈ ഭാഷ സംസാരിച്ചു തുടങ്ങിയത്? ഹൗ ഡിഡ് വി ലേൺ ദ ലാംഗ്വേജ് മലയാളം? നല്ലൊരു ചോദ്യമാണ്. ആരാണ് നമ്മളെ മലയാളം പഠിപ്പിച്ചത്? ഹൂ ടോട്ട് യു മലയാളം? പലർക്കും ഉത്തരം പറയാൻ കഴിയില്ല. പലരും പറയും എന്നെ മലയാളം പഠിപ്പിച്ചത് അച്ഛനും അമ്മയാണ്, അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ച സ്ത്രീയാണ്, അല്ലെങ്കിൽ എന്നെ സ്കൂളിലാണ് മലയാളം പഠിപ്പിച്ചത്. തെറ്റാണ്. നോബഡി ടോട്ട് യു മലയാളം. നിങ്ങളെ ആരും മലയാളം പഠിപ്പിച്ചിട്ടില്ല. എന്നെയും നിങ്ങളെ ഒന്നും ഈ ലോകത്തൊരാളും മലയാളം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? വി ലേൺഡ് ഇറ്റ് ബൈ അവർ സെൽസ്. നമ്മൾ സ്വയം പഠിച്ചതാണ്. അതെങ്ങനെ? ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ചു, കേട്ടു പഠിച്ചു, മറ്റുള്ളവരുടെ ലിസ് മൂവ്മെൻറ്റ് നോക്കി പഠിച്ചു, ശബ്ദം കേട്ട് ഗ്രഹിച്ചു പഠിച്ചു, അർത്ഥം മനസ്സിലാക്കി പഠിച്ചു. എത്ര സമയമെടുത്തു? ഒരു കുട്ടി 3-ാമത്തെ വയസ്സ് മുതൽ ട്രൈ ചെയ്യാൻ തുടങ്ങും. 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം പകുതിയാകും. നല്ലതുപോലെ സംസാരിച്ചു തുടങ്ങുന്നത് കുറച്ചും കൂടെ താമസിച്ചാണ്. അതായത് അവൻ വർഷങ്ങളുടെ എഫർട്ട് എടുത്തിട്ടാണ് ഒരു ഭാഷ സ്വായത്തമാക്കുന്നത്. അതിന് അവനെ സഹായിക്കുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ്. അതായത് മറ്റുള്ളവരെല്ലാം ചേർന്ന്, അവൻ്റെ ചുറ്റുപാടുകളെല്ലാം ചേർന്നാണ് അവനെ മലയാളം പഠിപ്പിച്ചത്. മലയാളം പഠിപ്പിച്ച രീതി ഓർമ്മയുണ്ടോ? ആദ്യം കേട്ടു. ഒരു കൊച്ചുകുട്ടി മറ്റുള്ളവർ പറയുന്ന ശബ്ദം കേൾക്കും. രണ്ടാമത് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പീക്കിംഗ്. മൂന്നാമത് കുറച്ച് കാലം കഴിഞ്ഞാണ് അത് റീഡിങ്ങും റൈറ്റിങ്ങും. അതിനൊരു പ്രായം അത്യാവശ്യമാണ്. അതായത് റീഡിങ്ങും റൈറ്റിങ്ങും എത്തണമെങ്കിൽ നല്ല ബുദ്ധി വേണം, പ്രായം വേണം, ഓർമ്മ വേണം. നല്ല ബൗദ്ധികമായ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് റീഡിങ്ങും റൈറ്റിങ്ങും സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം LSRW ആണ്. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ആദ്യത്തെ 2 എണ്ണമാണ് സെറ്റ് ആവേണ്ടത് സംസാരിക്കാൻ പഠിക്കാൻ. അത് ലിസണിങ്ങും സ്പീക്കിങ്ങുമാണ്. സത്യം പറഞ്ഞാൽ മലയാളം സുന്ദരമായിട്ട് സംസാരിക്കാൻ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ മലയാള അക്ഷരം പഠിക്കുന്നത്, മലയാളത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, വായിക്കാൻ പഠിക്കുന്നത്, എഴുതാൻ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പക്ഷേ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? നമ്മളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്? ആദ്യം ചെയ്യുന്നത് എഴുതി കാണിക്കും, റൈറ്റിംഗ്. പിന്നെ അത് വായിക്കും, റീഡിങ്, APPLE, ആപ്പിൾ എന്ന് പഠിപ്പിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെയായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് എത്ര പേർക്കറിയാം? സത്യം പറഞ്ഞാൽ ഒരുപാട് അബദ്ധധാരണയുണ്ട് നമ്മുടെ മനസ്സിൽ. അതായത് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഒരു പ്രായമാകണം, അത് കഴിഞ്ഞ് മാത്രമേ ഒരു കുട്ടിയെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പറ്റൂ. നിങ്ങൾക്കറിയാവോ, ഒരു ലാംഗ്വേജ് പഠിക്കാൻ പ്രായത്തിൻ്റെ പോലും ആവശ്യമില്ല. ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാൻ ജനിക്കുക പോലും വേണ്ട, ജനിക്കുന്നതിന് മുമ്പേ പഠിച്ചു തുടങ്ങാം. അവിടെ എവിടെയാണ് പ്രായം? ചിലർ പറയും നല്ല ബുദ്ധി വേണം, ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റൂ. നല്ല ബുദ്ധിയുള്ളവരാണ് ഇംഗ്ലീഷ് സൂപ്പറായിട്ട് സംസാരിക്കുന്നത്. കോവളത്ത് കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾ നല്ല സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. എന്നാലൊരു ഇംഗ്ലീഷ് പത്രം എടുത്ത് അവരുടെ കൊണ്ട് കൊടുത്തിട്ട് വായിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വായിക്കത്തില്ല. കാരണം അവർക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല. എന്നാൽ ഇംഗ്ലീഷ് നമ്മളെക്കാൾ നല്ലതുപോലെ സംസാരിക്കും. കാരണം അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് പോകണമെങ്കിൽ അവർ സംസാരിച്ചേ പറ്റൂ. അവരത് കേട്ട് പഠിച്ചതാണ്. അതായത് ഒരു ലാംഗ്വേജിൽ നമ്മൾ മാസ്റ്റർ ആകണം എന്ന് പറയണമെങ്കിൽ, നമ്മളൊരു ലാംഗ്വേജിൽ മാസ്റ്ററാണ് എന്ന് പറയണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഒന്ന് ലിസണിങ്ങും സ്പീക്കിങ്ങും. കേട്ടാൽ മനസ്സിലാവണം. 2 തിരിച്ച് മറുപടി കൊടുക്കാൻ കഴിയണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇംഗ്ലീഷ് അറിയാം? സ്വയം വിചിന്തനം ചെയ്ത് നോക്കൂ. 3-ാമത്തെ കാര്യം, ഗ്രാമർ നല്ല സുന്ദരമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂ എന്നൊരു അബദ്ധധാരണയുണ്ട്. ഞാൻ ഗ്രാമർ പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ്. ഞാൻ ഗ്രാമർ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത് ഒരു CBSE സ്കൂളിൽ പഠിപ്പിക്കാൻ പോയതിന് ശേഷമാണ്. ഞാൻ അവരെ പഠിപ്പിക്കുകയായിരുന്നില്ല, സത്യത്തിൽ ആ കുട്ടികൾ എന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചത്. അത് വേറൊരു കാര്യം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഗ്രാമർ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ലാംഗ്വേജിൻ്റെ ഗ്രാമർ പഠിച്ചതുകൊണ്ട് ആ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മലയാള വ്യാകരണം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമോ? സമാസം, സന്ധി, ബഹുവ്രീഹി, ഞാനിതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് മലയാള വ്യാകരണത്തിൻ്റെ
അറ്റവും മൂലയും പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായിട്ടും ബ്ലൈൻഡാണ്, അതിനെക്കുറിച്ച് യാതൊരു ബോധ്യമില്ല. എന്നാൽ ഞാൻ സംസാരിക്കുന്ന മലയാളം സുന്ദരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. നമ്മളെല്ലാവരും ഇതുപോലാണ്. മലയാളത്തിൻ്റെ വ്യാകരണം ഒന്നും അറിയാതെ മലയാളം എന്ന് പറയുന്ന ഭാഷ നമ്മൾ സുന്ദരമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ലാംഗ്വേജ് പഠിക്കാൻ, സംസാരിക്കാൻ ഗ്രാമറിൻ്റെ ആവശ്യമില്ല. ഗ്രാമർ പഠിച്ചത് കൊണ്ട് ലാംഗ്വേജ് സംഭാഷണം അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. ഗ്രാമർ പഠിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ പേടിയാണ്, തെറ്റിപ്പോകുമോ എന്നുള്ള പേടി. ഇംഗ്ലീഷുകാരെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഗ്രാമർ പഠിച്ചിട്ടല്ല. അതുകൊണ്ട് ഗ്രാമറും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ പഠിക്കണം. എപ്പോഴാണ്? ലാംഗ്വേജ് പഠിച്ച് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ ഗ്രാമറൂടെ പഠിച്ചാൽ കുറച്ചുകൂടെ സെറ്റാവും, അത്രയേ ഉള്ളൂ. അതിനൊരു ബുദ്ധി വേണം, പ്രായം വേണം. ഇപ്പം മാത്തമാറ്റിക്സ് പഠിക്കാൻ ജനിക്കുമ്പോഴേ പഠിപ്പിക്കാൻ പറ്റൂ കുഞ്ഞിനെ? ഇല്ല. സയൻസ് പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ പറ്റും. അതാണ് ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഠിച്ചത് ജീവിതത്തിൽ മറക്കത്തുമില്ല. ലാംഗ്വേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണത്. ഇനി മറ്റൊരു അബദ്ധധാരണയുണ്ട്. പലരും പറഞ്ഞു കൊടുക്കും ഡെയിലി ഒരു 10 വേർഡ്സ് വെച്ച് പഠിക്കണം. ഈ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ട് ഒരു 10 വേർഡ്സ് എഴുതി അതിൻ്റെ മീനിങ് ഒക്കെ പഠിക്കണം. നല്ല കട്ടി വാക്കുകൾ പഠിച്ചാൽ ലാംഗ്വേജ് സൂപ്പറായിട്ട് സംസാരിക്കാം. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ല. അത് പിന്നീട് ചെയ്യേണ്ട കാര്യമാണ്. സംസാരിക്കുന്നതിന് ഒരുപാട് വാക്കുകളൊന്നും വേണ്ട. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, മലയാളത്തിൽ എത്ര വാക്കുകൾ നിങ്ങൾക്കറിയാം? മലയാളം നിഘണ്ടുവിനകത്തുള്ള എത്ര വാക്കുകൾ നിങ്ങൾക്കറിയാം? ഞാൻ ആ സംഖ്യ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതായത് 200-ൽ താഴെ വാക്കുകൾ മാത്രമാണ് മലയാള ഭാഷയിൽ ഒരു സാധാരണ മലയാളം സംസാരിക്കുന്ന ആൾക്കറിയാവുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ വലിയ ഡിക്ഷണറിയിലുള്ള മുഴുവൻ വാക്കുകളിൽ പല വാക്കുകളും വേണ്ട 70% വാക്കുകളും നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുമോ? അത്ഭുതപ്പെടണം. നമുക്കറിയില്ല. 200 വാക്കുകൾ മാത്രം വെച്ച് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് ഏത് സിറ്റുവേഷനിലും നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഭാഷ സംസാരിക്കാൻ ഒരുപാട് വാക്കുകളുടെ ആവശ്യമില്ല. ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ്. മലയാളത്തിൽ വേറൊരു ഉദാഹരണം പറയാം. താമര എന്ന് പറയുന്ന വാക്ക് നമുക്കെല്ലാം അറിയാം. നമ്മൾ താമരപ്പൂ പിച്ചാറുണ്ട്. താമരയ്ക്ക് ഒരുപാട് പര്യായം നമ്മൾ പഠിച്ചു വെക്കുന്നിരിക്കട്ടെ. എന്താണ്? അംബുജം, നീരജം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പര്യായമുണ്ട്. ഒരു 10-12 പര്യായമൊക്കെ PSC പഠിക്കുന്നവർ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വച്ചാലും നമ്മൾ താമര കാണുമ്പോൾ ഒരാളോട് എന്താണ് പറയുന്നത്? ആ നീരജം അല്ലെങ്കിൽ ആ അംബുജം ഇങ്ങ് പിച്ചി തരുമോ എന്ന് ചോദിക്കുമോ? ഇല്ല. നമ്മൾ ചോദിക്കുന്നത് ആ താമര ഇങ്ങ് പിച്ചി തരുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് താമര മതി. അതായത് റെഗുലർ യൂസായിട്ടുള്ള കുറേ വേർഡ്സുകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ മലയാള ഭാഷ സംസാരിക്കുന്നത്. കൂടുതൽ വാക്ക് പഠിച്ചാൽ നല്ലവണ്ണം എഴുതാം, പണ്ഡിതനാകാം, നല്ലപോലെ പ്രസംഗിക്കാം. അവരൊക്കെയാണ് കൂടുതലായിട്ട് ലാംഗ്വേജിൽ മാസ്റ്റർ ആവാൻ വേണ്ടി പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും പ്രായം വിഷയമല്ല, ബുദ്ധി വിഷയമല്ല. ജനിച്ച കുഞ്ഞിനെ മലയാളം പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഓർമ്മയും വിഷയമല്ല, ഗ്രാമർ ആവശ്യമില്ല. ഒരുപാട് വാക്കുകൾ കുത്തി നിറച്ച് പഠിച്ചാലും സംസാരിക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടത് ചെറിയ വേർഡ്സുകളാണ്. ഒരു 10-150 വേർഡ്സുകൾ മാത്രം ഇംഗ്ലീഷിൽ പഠിച്ചാൽ അത് വെച്ചും ഇംഗ്ലീഷ് ഭാഷ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. മലയാളമാണോ ഇംഗ്ലീഷാണോ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഷ കമ്പയർ ചെയ്യുമ്പോൾ? മലയാളമാണ് ഡിഫിക്കൽട്ട്, ഇംഗ്ലീഷ് സിമ്പിളാണ്. ഒരുപാട് തെളിവുകളുണ്ട്. എന്താണ്? മലയാളത്തിലെ വേർഡ്സുകൾ എടുത്ത് നോക്ക്. ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ 3 ഇരട്ടിയുണ്ട് മലയാള നിഘണ്ടു. അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള വാക്കുകളേക്കാൾ 3 ഇരട്ടി വാക്കുകളുണ്ട് മലയാളത്തിൽ. മലയാളത്തിലെ പല വാക്കുകളും ഭയങ്കര കട്ടിയാണ്. ഇംഗ്ലീഷ് എഴുതുമ്പം തെറ്റുമെന്ന് നമ്മൾ പലപ്പോഴും പേടിക്കാറില്ല. പക്ഷേ മലയാളം എഴുതിയാൽ 100 തെറ്റ് കാണും. ഇപ്പോഴും നമ്മൾ മലയാളം നല്ലപോലെ എഴുതാൻ പഠിച്ചിട്ടില്ല പലരും. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമല്ല, പലരെയും. നമുക്ക് പേടിയാണ് എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന്. പലപ്പോഴും നമ്മൾ ബോർഡിൽ എഴുതുമ്പോൾ സംശയിക്കും, ഇത് തന്നെയാണോ ശരി എന്ന് നമ്മൾ സംശയിക്കും. കട്ടി വാക്കുകൾ മലയാളത്തിലാണ്, ഇംഗ്ലീഷിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മലയാളം എന്ന് പറയുന്ന ഭാഷ നമുക്ക് സൂപ്പറായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലോകത്തിലെ ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ ഒരെണ്ണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇംഗ്ലീഷ് മലയാളത്തേക്കാൾ ഒരുപാട് സിമ്പിളാണ്. ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാം. അതിന് വേണമെങ്കിൽ തെളിവ് തരാം. ഈ ഫ്രഞ്ച് എന്ന് പറയുന്ന ഭാഷ നല്ല കട്ടിയാണ്. ഫ്രഞ്ചുകാർ ഇംഗ്ലീഷ് അടക്കി ഭരിച്ച സമയത്ത് ഫ്രാൻസുകാർ ഇംഗ്ലീഷ് അടക്കി
ഭരിച്ച സമയത്ത് അവർ ഇംഗ്ലണ്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഇനി മേലെ ഇംഗ്ലീഷ് സംസാരിക്കരുത്, ഫ്രഞ്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ ശ്രമിച്ചു നോക്കി, നടന്നില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ ഒളിഞ്ഞും മറഞ്ഞും ഇംഗ്ലീഷ് സംസാരിച്ചു. അവർക്ക് ഫ്രഞ്ച് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അവസാനം എന്ത് സംഭവിച്ചു? ഫ്രാൻസുകാർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് പോയി. ഇതിവിടെയും സംഭവിച്ചതാണ്. ഇന്ത്യയിൽ വന്ന ബ്രിട്ടീഷുകാർ വിചാരിച്ചു നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പാടാണ്, അതുകൊണ്ട് അവർ ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു. അവർ വീട്ടിൽ ട്യൂഷൻ വെച്ച് ഹിന്ദി ടീച്ചറെ വെച്ച് ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു. അവസാനം എന്തുവാ സംഭവിച്ചത്? ഹിന്ദി ടീച്ചർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു. നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. നമ്മൾ ഇംഗ്ലീഷ് അവരെക്കാൾ സുന്ദരമായിട്ട് സംസാരിക്കും. പക്ഷേ അവർക്കൊരിക്കലും നമ്മുടെ ലാംഗ്വേജ് നമ്മളെക്കാൾ സുന്ദരമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റും. അതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരാൾക്കൊരു ലാംഗ്വേജ് സംസാരിക്കണമെങ്കിൽ ഒരു ഒറ്റ സ്ട്രാറ്റജിയാണ് ആദ്യം പാലിക്കേണ്ടത്. സ്പീക്ക് ഇറ്റ്. ആ ലാംഗ്വേജ് സംസാരിച്ച് തുടങ്ങുക. എന്നാൽ മാത്രമേ സംസാരിച്ച് നമുക്ക് പൂർണ്ണനാകാൻ കഴിയൂ. ഒരുപാട് തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. ഏതു പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ കഴിയുന്ന കോഴ്സുകളാണ്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനകത്ത് വരുന്ന ഷോർട്സ് കാണണം, കമൻറ്റ് ചെയ്യണം. കോഴ്സിനെ കുറിച്ച് അറിയാൻ, കോഴ്സ് ഉടനെ തുടങ്ങുന്നത് ഞാൻ മാത്രമല്ല, ഞാനിത് ലീഡ് ചെയ്യുന്നതേ ഉള്ളൂ. എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകർ വരും. കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അധ്യാപകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എനിക്കറിയാവുന്നത് ഞാനും പറഞ്ഞുതരാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും വരാം. തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.